ഹലോ. സോ ബസീലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ ഒട്ടും ചെയ്യുമെന്ന് വിചാരിച്ച വീഡിയോ അല്ല. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, ഒരുപാട് പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു 10 കമന്റ് വരുന്നതാണ്. അതിന് 9 കമന്റ് വെച്ചില്ലേ ചേച്ചി എന്താണ് കോളേജിനെ പറ്റി എന്ത് പറയാനുള്ളത് ചോദിച്ചാൽ അത് പറയും, ഇത് പറയാം, അത് പറയാം, ഇത് പറയാം. അങ്ങനെ എനിക്ക് കുറേ മാസം മുമ്പേ, 10 മാസം മുമ്പേ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കുന്നില്ല, ഞാനത് വിട്ടുവിട്ട് പോയി. ഇപ്പൊ കൊറേ നാളായിട്ട് ഒരുപാട് പേര് ചേച്ചി ഒരു സ്ഥലത്തും കാണുന്നില്ല, ഒന്ന് പറഞ്ഞുതരോ, അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ചേച്ചി ചേച്ചി. അപ്പൊ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഫൈൻ, പാവം കൊച്ചുങ്ങൾ ചോദിക്കല്ലേ, എന്തെങ്കിലും ഒക്കെ എനിക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ഫസ്റ്റ് തന്നെ കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് ഫ്രീഡം. എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കോളേജിൽ എപ്പോൾ വേണേ കയറാം, എപ്പോൾ വേണേ ഇറങ്ങാം, നമുക്ക് ലഞ്ച് കഴിക്കാം, ഉച്ചയ്ക്ക് വെളിയിൽ ഇറങ്ങി പോവാം. നോ, അതെന്തായാലും നടക്കത്തില്ല. കാരണം നമുക്ക് ഇതൊരു പ്രൈവറ്റ് കോളേജ് അല്ലേ, ഗവൺമെന്റ് കോളേജ് അല്ലല്ലോ. നമുക്ക് 9:15 മുതൽ 4:30 വരെയാണ് നമ്മുടെ കോളേജ് ടൈം. സ്ട്രിക്ട്ലി ആ ടൈം നമ്മുടെ കോളേജിൽ ഉണ്ടാവണം. സോ ആ സംഭവം നടക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോളേജിൽ വെളിയിൽ പോകണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം പിങ്ക് സ്ലിപ്പ് വാങ്ങണം ഓഫീസിൽ പോയിട്ട്. പിന്നെ നമ്മുടെ HOD കണ്ട് ഗേറ്റ് പാസ് വാങ്ങണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും പുറത്ത് പോകാറില്ല. ഓക്കെ. പിന്നെ സ്ട്രിക്റ്റ് ആണോ ചോദിക്കുന്നുണ്ട്. പിന്നെ സീറ്റ് ഒക്കെ ആണെങ്കിൽ അതൊരു ഗവൺമെന്റ് കോളേജിലാണ്. അവിടെ ഇപ്പൊ നമ്മൾ എപ്പോൾ കയറിയാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പരിപാടിക്ക് മാത്രം വന്നാൽ മതി. നമുക്ക് നോട്ട് എഴുതിയാലും നോട്ട് എഴുതിയില്ലെങ്കിലും ക്ലാസ്സിൽ സംസാരിച്ചാലും ഉറങ്ങിയാലും ഒന്നും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ID കാർഡ് കറക്റ്റ് ആയിട്ട് ഇടണം, കറക്റ്റ് സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, ബ്രേക്ക് കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സിൽ കയറണം. യാ. അടുത്ത കുട്ടികൾ ചോദിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഫാക്കൽറ്റി. ഓക്കെ, അത് സംതിങ് ദാറ്റ് നമ്മുടെ കോളേജിലുള്ള എവ്രിബഡി നല്ലത് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആർ സംബഡി. നമുക്ക് ടീച്ചേഴ്സ് അങ്ങനെയൊന്നും തോന്നത്തില്ല. നമുക്ക് അവരടുത്ത് പോയി നല്ല രീതിയിൽ സംസാരിക്കാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്കിനി ഫ്യൂച്ചർ കാര്യം അത് ചെയ്യണം ഇത് ചെയ്യണം അതും ചോദിക്കാം. അവർ നല്ല ഗൈഡാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ പഠിപ്പിക്കുന്നതൊക്കെ മലയാളത്തിൽ തന്നെയാണ്, നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ബെസ്റ്റ്. ഞാൻ ഈസിയിലാണ് പഠിക്കുന്നത്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവരുടെ ഫാക്കൽറ്റീസിനെ പറ്റി നല്ലതാ പറയുന്നത്. സോ അത് നല്ലതാ. ഓക്കെ. അടുത്തത് ഇവന്റ്സ്, ഫെസ്റ്റ് പരിപാടികൾ. ലൈക്ക് നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അത് 4:30 ശേഷം കോളേജിന്റെ ടൈമിംഗ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. അല്ലാതെ ക്ലാസ് ടൈമിൽ ഒരു പരിപാടി നടക്കത്തില്ല. ഫസ്റ്റ് ഇയറിലൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുണ്ടായിരുന്നു, നമ്മള് ഇതില്ലാത്ത. പക്ഷെ ഇപ്പൊ ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്, കോളേജ് ഡേ ഉണ്ട്, ഓഫ് റോഡ്സ് ഉണ്ട്, ക്രോസ് റോഡ്സ് ഉണ്ട്. അങ്ങനെ കോളേജ് പരമായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അല്ലാണ്ട് ഫ്രീഡം ഫെസ്റ്റും ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ്. ഇത് മാത്രമല്ല, മറൈൻ കോളേജ്, എല്ലാ പ്രൈവറ്റ് കോളേജസ് ഇങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ഗവൺമെന്റ് കോളേജിൽ പോകണം. പിന്നെ ചോദിച്ചിട്ടുള്ള ഇന്റേൺഷിപ്പിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഒരു സെം എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്ന S7 അല്ലെ S8ലാണ്. അപ്പൊ S7ൽ എനിക്കിപ്പോ 3 കോർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പൊ അടുത്ത സെമ്മിൽ S8ൽ ഞാൻ ചെയ്യും. S6ൽ മിനി പ്രൊജക്ട് ഉണ്ട്, S7ൽ മെയിൻ പ്രൊജക്റ്റ് ആണുള്ളത്. S8ൽ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പോവണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിലോ S7ൽ ചെയ്യുന്ന പ്രൊജക്ട് തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മോഡിഫൈ ചെയ്ത് നമ്മൾ S8ൽ ചെയ്യണം. അല്ലെങ്കിൽ S7ൽ അത് നിർത്തി കംപ്ലീറ്റ് ചെയ്തിട്ട് S8ൽ ഇന്റേൺഷിപ്പിൽ പോവാം. സോ അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്ലേസ്മെന്റ്സ്. അപ്പോൾ പ്ലേസ്മെന്റ്സ് കൂടുതൽ ഓഫർ ആയിട്ടുള്ളത് IT ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ അറിയാലോ, CS ആയിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. CS മിക്ക ആൾക്കാരും 95% ആൾക്കാർ പ്ലേസ്ഡ് ആവാറുണ്ട്. ECയിൽ അത്യാവശ്യം കുറച്ച് പേര്, പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കുറവാണ്. ഒരുപാട് പേര് ചോദിച്ചത് CS പ്ലേസ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. CS നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ല ഗ്യാരണ്ടീഡ് ആണ്, പ്ലേസ്ഡ് ആവും. ഓക്കെ. നെക്സ്റ്റ് അബൌട്ട് സ്പോർട്സ്. സ്പോർട്സിന് ഇവിടെ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ എന്തും പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനോ അതൊന്നും നടക്കത്തില്ല. 4:30 ശേഷം 6 മണി വരെയാണ് ഇവിടെ സ്പോർട്സ് പരിപാടി. അപ്പോൾ ഗ്രൗണ്ടിൽ നമുക്ക് പോയി കളിക്കാൻ പറ്റും, ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും, പിന്നെ അതേപോലെ ബാസ്കറ്റ്ബോൾ കളിക്കാം. അപ്പൊ അതൊക്കെ കളിക്കാം. അത് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ പ്രാധാന്യമുണ്ട്. പക്ഷെ ക്ലാസ് ആവശ്യം നടക്കില്ല, അത് മാത്രമുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളാരും 4:30 നമ്മളെല്ലാവരും വീട്ടിൽ പോവാം. കോളേജിൽ പഠിത്തം മാത്രം അങ്ങനൊന്നല്ല. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ കാര്യം നിങ്ങൾ അത് ചെയ്തോ. നിങ്ങൾക്ക് അതിനുള്ള ഇപ്പൊ സ്പോർട്സിന് ആക്ടിവിറ്റി പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഫീസ് സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ ലിങ്കിൽ
ഈ ലിങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ അഡ്മിഷൻ റിലേറ്റഡ് ലിങ്കാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സാണുള്ളത്, ആ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഫീസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മതി. പിന്നെ കുറച്ച് പേര് ഹോസ്റ്റലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ നമ്മുടെ തൊട്ടടുത്താണ് കോളേജിന്റെ. ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും. ബോയ്സ് ഹോസ്റ്റലിന് ഏറ്റവും അടുത്ത്, നമ്മുടെ തൊട്ട് ബാക്കിലാണ്. അപ്പൊ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു 200+ കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ബോയ്സ് ഹോസ്റ്റലിൽ ഒരു 400. പിന്നെ നമുക്ക് കോളേജിൽ IDC ലാബ് ഉണ്ട്. അത് ഇസ് ഫോർ റിസർച്ച്. നമുക്ക് കോളേജിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് റിസർച്ച് ചെയ്യാം, നമുക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലൈബ്രറി ഉണ്ട്, ലൈബ്രറി പോയിരുന്ന് പഠിക്കാം. പിന്നെ മോസ്റ്റ്ലി ഞാൻ മിക്ക കമന്റ്സിന് റിപ്ലൈ കൊടുക്കാറില്ലെങ്കിൽ തന്നെ എന്റെ അലൂമിനീസ് ഒക്കെ വന്നിട്ട് എല്ലാത്തിനും റിപ്ലൈ ഉണ്ട്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഫൈനലി എനിക്ക് പറയാനുള്ളത് കോളേജാണ്. കോളേജ് ഏതൊരു കോളേജിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. അപ്പൊ ഈ കോളേജിൽ വരുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പൊ ചേർന്ന കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് കോളേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് പോവാം, റാദർ ദാൻ കംപ്ലൈനിങ്. ഓക്കെ, പിന്നെ കോളേജിൽ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാം. ഫ്രണ്ട്ഷിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ബൈ.